ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സമയമാണ്, ഒരു മുഹൂർത്തമാണ് നമ്മുടെ വിവാഹ ദിവസം. ആ ഒരു വിവാഹ ദിവസത്തിൽ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. പലപ്പോഴും പല വിവാഹങ്ങളും അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് റാഗിംഗ് ആണ്, തമാശ രീതിയിലുള്ള റാഗിങ്ങുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതിര് കടന്നു പോകുന്ന ഒരുപാട് റാഗിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ തന്നെ ഒരു കല്യാണത്തിന്റെ തലേദിവസം ഉണ്ടായ ഒരു ചെറിയ വിഷയം, ആ ഒരു വിഷയം ഒരു ബോംബേറിൽ ഒരു സുഹൃത്തിന്റെ തല പൊട്ടിച്ചെറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുകൂടാതെ കല്യാണ ചെക്കനെ ആകെ ചളിയിൽ മുക്കി കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കല്യാണം മുടങ്ങി നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ അതിര് കടക്കുന്ന ഒരുപാട് വൃത്തികേടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. AJP എന്ന് സ്വയം വിളിക്കുന്ന അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ ഇപ്പൊ പല കല്യാണ വീടുകളിലും പ്രത്യക്ഷപ്പെടുകയാണ്. 50,000 രൂപയും 30,000 രൂപ പല രീതിയിലുള്ള പൈസയും വാങ്ങിയിട്ടാണ് ഇയാൾ ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്. സത്യം പറയച്ച തികഞ്ഞ ഒരു കോമാളി തന്നെയാണ് അലിൻ ജോസ് പെരേര. അപ്പൊ കുറെ ആളുകൾ ചേർന്നിട്ട്, ഇപ്പൊ കൂട്ടുകാരന്റെ കല്യാണത്തിന് എല്ലാവരും ചേർന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന രീതിയിൽ, ഒരു കളിപ്പാവ എന്ന രീതിയിൽ, ഒരു ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്നൊക്കെ നമ്മളെ ശശികല ടീച്ചർ പറഞ്ഞ പോലെ ഇവനെ എന്തെങ്കിലുമൊക്കെ വേഷം ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് കുറെ കോമാളിത്തരങ്ങൾ കാണിപ്പിക്കുക. ഇതൊക്കെ വളരെ മോശമല്ലേ? ഇതൊക്കെ അധപ്പതനത്തിന്റെ അങ്ങേയറ്റ. ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇത് എന്ത് പറ്റി എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. എനിക്കത് തന്നെ ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റുന്നത്? ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെയാണ് നിങ്ങൾ നശിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു തമാശയാണ്, ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതൊരു വലിയ കോമാളിത്തരല്ലേ? നിങ്ങളൊന്ന് കണ്ടോക്കേ. നല്ല രസമായിട്ടാണ് കാണുന്നത്. കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഉണ്ട് ഇരിക്കുന്നു. കല്യാണ പെണ്ണിന്റെ അച്ഛനോ ആരൊരാൾ അവിടെ ഉണ്ട്. ഇവരെ വീട്ടിൽ വന്നവരെന്ന് പറയാൻ ആളുകളുണ്ട്. ഈ കോമാളിത്തരത്തിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത്? ഈ രക്ഷിതാക്കൾക്ക് പോലും ഇതിനെ ഒന്ന്, ഇത് എന്തിനാണ് മോനെ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തിരുത്താൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഷളന്മാരെ പോലെ ആവുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് വളരെ 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 മോശം. ആ ചെക്കൻ എന്തായാലും ബോധവും ബുദ്ധിയും വെള്ളിയാഴ്ച ഒന്നുമില്ല പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. അത് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുന്നു, അവന് പൈസയും കൊടുക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ വളരെ അധപ്പതിച്ചു പോകുന്ന കല്യാണ വീടുകൾ കഴിഞ്ഞിട്ടില്ല. അടുത്തത് കണ്ടോളി. ഈ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നതിലൂടെ, ഇവനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ ഇവർക്ക് എന്ത് ആത്മബോധിയാണ് കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇടുന്നു, ഷെയർ ചെയ്യുന്നു, വൈറലാവുന്നു എന്നുള്ളത്. അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല ആളുകളും ഷെയർ ചെയ്യാറുണ്ട്. അതൊന്നും ആരും കേൾക്കില്ല. ഇങ്ങനെയുള്ള കുറെ വിഡ്ഢിത്തരങ്ങൾ കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ പല പല ചില സ്ത്രീകളുണ്ട്, ഈ രാത്രി കാലങ്ങളിലുള്ള മെമ്പർഷിപ്പ് പരിപാടി കാണിക്കുന്ന ഒരു ടീം. ഇവരുടെ വീഡിയോസിന് നല്ല റീച്ചാ, നല്ല ആളുകൾ കാണാനുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണാനും ആളുണ്ടാവും. നല്ലത് കാണാൻ ആർക്കും താല്പര്യമില്ല. നല്ലതിന് ഇപ്പോ എന്റെ ഏട്ടന്റെ കല്യാണം നടക്കുന്ന സമയത്താണ് ഈ ഒരു പ്രളയവും കാര്യങ്ങളൊക്കെ നടന്നു നിൽക്കുന്ന സമയമാണ്. ഏട്ടൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ അന്ന് കല്യാണം അങ്ങ് ചുരുക്കി വലിയ രീതിയിലുള്ള പരിപാടി നടത്താൻ പ്ലാൻ ചെയ്തതാണ്. ആ ഫണ്ട് ചുരുക്കിയിട്ട് ആ പൈസ നേരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടു. ഒരു വലിയ കാര്യം തന്നെ ഏട്ടൻ അവിടെ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. അങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് നീരജ് എന്ന് പറയുന്ന വ്യക്തി, ആളുടെ വിവാഹവും ആളുടെ ചേച്ചിയുടെ വിവാഹവും ഒക്കെ കഴിച്ചത് ഈ സ്പെഷ്യൽ ആക്ട് പ്രകാരം. നല്ല പൈസ ഉള്ള ആളുകളാ, അവർക്ക് വേണമെങ്കിൽ അടിപൊളി കല്യാണം നടത്താം. പക്ഷെ അതല്ല ചെയ്തത്. ആ ഫണ്ട്, ആ കല്യാണത്തിന് മാറ്റി വെച്ച പൈസ, അത് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. ഇവിടെ കോമാളിത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു വെക്കുക. കഴിഞ്ഞിട്ടില്ല, കുറെ വീഡിയോസ് ഉണ്ട്.
ആ വീഡിയോയിൽ കാണുമ്പോൾ കുറെ ആളുകളെ മുഖം കാണാനില്ലേ, പല ആളുകൾക്കും ഇത് കാണുമ്പോൾ തന്നെ അരോചകമായിട്ട് എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ധാരണ എന്നൊരു ഭാവം പല ആളുകളുടെ മുഖത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, അയൽവാസികളായിരിക്കാം. ആ ഒരു കല്യാണം അങ്ങോട്ട് കൊളാക്കി ആ ചേക്കനെ കൊടുത്തിട്ട് തുള്ളിച്ചിട്ട് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ലേ. കൊള്ളാം. എന്തായാലും AJP നല്ല കത്തിക്കാറിൽ കയറുന്നുണ്ട്. നമ്മള് ഓരോ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിപ്പിനൊക്കെ ഓരോ സംഭവങ്ങൾ വരവ് കൊണ്ടുവരും. ഈ വരവ് കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമില്ലേ, അതാണ് അവർ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇതാർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ കൊണ്ടുവരുന്ന കുറെ പയ്യന്മാർ ഇങ്ങനെ കിടന്ന് തുള്ളുക എന്നല്ലാതെ വെറുതെ കോലം തുള്ളുക, കോലം കെട്ടുക, അത്ര തന്നെ. ഇനി അലിൻ ജോസ് പെരേര ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ ചെയ്യുന്നുണ്ട്, അത് കണ്ടോളെ. ഹായ് നമസ്കാരം. അപ്പൊ അലിൻ ജോസ് പെരേര AJP ആണ്. അപ്പോൾ ഞാൻ ഇനി കല്യാണ പ്രോഗ്രാംസ്, പിന്നെ നൂലുകെട്ട്, ബർത്ത്ഡേ ഫംഗ്ഷൻ, പിന്നെ സ്ഥൈര്യലേപനം, പിന്നെ എന്താ പറയാ കുർബാന സ്വീകരണം, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഗസ്റ്റ് ആയിട്ട് മറ്റേ പാല് കാഴ്ച അങ്ങനത്തെ പ്രോഗ്രാംസിന് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെൻഷൻ ചെയ്ത നമ്പറിൽ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. നമ്മളിപ്പോ കല്യാണ ഫംഗ്ഷനിലും മൊബൈൽ ഷോപ്പിന്റെ പ്രൊമോഷനൊക്കെ പോകുന്നുണ്ട് നിലവിൽ. അപ്പോ പിന്നെ ഫുട്ബോളിന്റെ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇനി ഇപ്പൊ പാല് കാശിനോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകൾ പ്രോഗ്രാംസിന് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൂടുതലായിട്ട് വിളിപ്പിക്കണ്ട മോനെ. ഈ ഡെക്ടോളിന്റെ ഒക്കെ പരസ്യം കണ്ട ആളുകൾക്ക് മനസ്സിലാവും, എല്ലാ ക്രീമുകളും ചത്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം കിടന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആവൂലേ, അതിൽ പെട്ടാണ് ഇതൊക്കെ. കുറെ ഉണ്ട് ഇങ്ങനെ, കുറെ വാണങ്ങളെ പൊക്കി നടക്കാൻ കുറെ മണാഗുണാഞ്ചാന്മാരുണ്ട്. മലപ്പുറത്ത് നടന്നൊരു കല്യാണത്തിന് ഇയാളെ കൊണ്ടുവന്നപ്പോ ഒരു ഉസ്താദ് കൃത്യമായിട്ട് ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് പരമാവധി നല്ലത്. നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ട എല്ലാ ആളുകൾക്കും കൊടുക്കുക. നിങ്ങളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും വളരെ പാടത്ത പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൂടെ. ഒരു വിവാഹം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലേ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ്, അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ എണ്ണത്തിനെ കൊണ്ടുപോയിട്ട് ഇതിനെ തുള്ളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? താല്പര്യം കൂടെ കൂടിക്കോളും. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.